എല്ലാവർക്കും നമസ്കാരം. കെ കൊച്ച് എന്ന വ്യക്തിയെ, കൊച്ചേട്ടനെ വ്യക്തിപരമായിട്ട് ഞാൻ അധികം തവണ കണ്ടിട്ടില്ല. വളരെ ഒരു 10ൽ കുറഞ്ഞ തവണയായിരിക്കും പലപ്പോഴും മീറ്റ് ചെയ്തിട്ടുള്ളത്. ഈ സമയത്ത് ആ ഒരു വ്യക്തിയെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു എല്ലാവരുമായിട്ട് ഇടപെടുന്നതും, പ്രത്യേകിച്ച് ഇത്രയും സീനിയറായിട്ടുള്ളൊരു വ്യക്തി ഈ രംഗത്ത് നിലനിൽക്കുന്ന മറ്റ് പുതിയതായിട്ടുള്ള പ്രവർത്തകരോടൊക്കെ ഇടപെടുന്ന രീതികൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. വളരെ ഒരു ഇങ്ങനെ പാട്രണൈസ് ചെയ്യുന്ന ഒരു രീതിയല്ല, നമ്മൾ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലാണ് സാധാരണ ഇടപെടുന്നത്. അത് മിക്ക ഈ ദളിത് സമരങ്ങൾ അല്ലെങ്കിൽ ദളിത് കൂട്ടായ്മകൾ, എന്തെങ്കിലും സാംസ്കാരിക രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ കാര്യത്തിലായാലും എല്ലാത്തിലൊരു നേതൃത്വപരമായിട്ടുള്ള പങ്ക് വഹിക്കുന്ന രീതിയിൽ പല സ്ഥലങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ വളരെ ആത്മാർത്ഥമായിട്ടുള്ള രീതിയിലാണ് സാധാരണ ഇത്തരം രംഗങ്ങളിൽ ഇടപെടുന്നത്. ഇങ്ങനെ പാട്രണൈസ് ചെയ്യുന്ന ഒരു രീതിയില്ല. അപ്പോൾ ഈ കൊച്ചേട്ടൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഓർമ്മിക്കാനുള്ള രീതിയിലുള്ള ഇടപെടൽ ഞാൻ നടത്തിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ മറ്റു ചില കാര്യങ്ങളാണ്, എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞാനിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു കാര്യം എനിക്ക് തോന്നുന്നു, ദളിത് സമൂഹത്തിനായാലും ഏതൊരു സമുദായത്തെ സംബന്ധിച്ചും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു ഫിഗർ ഉണ്ടാവുക എന്നുള്ളത്. ഒരു ഫിഗർ, അപ്പോൾ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ആൾ എന്നുള്ള രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി ഉണ്ടാവുക എന്നുള്ള, ഒരു വ്യക്തിയല്ല പല പല വ്യക്തികൾ ഉണ്ടാകുന്നത് ഒരു കരുത്താണ് ശരിക്കും ഒരു സമുദായത്തെ സംബന്ധിച്ച്. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യകാലം മുതൽ നമ്മൾ ഏത് സമയത്തും നമ്മുടെ ഒരു കരുത്തായിട്ട് നമ്മളിപ്പോൾ ബാബാ സാഹിബ് അംബേദ്കറിൻ്റെ പേര് നമ്മൾ പറയുന്നു, പിന്നെ അയ്യങ്കാളി, പൊയ്കൽ അപ്പച്ചൻ, ആ രീതിയിലുള്ള ഒരുപാട് ചരിത്രപരമായ വ്യക്തിത്വങ്ങൾ നമ്മുടെ എപ്പോഴും ഒരു കരുത്തായിട്ട്, അതാണ് പല സമരങ്ങളിൽ ഇടപെടാനും നമ്മുടെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാനൊക്കെ നമ്മളെ സഹായിക്കുന്ന അത്തരം വ്യക്തിത്വങ്ങളാണ്, അത്തരം രൂപങ്ങളാണ്. അപ്പോൾ ആ രീതിയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു കെ കൊച്ച് എന്ന് പറയുന്നത്. കെ കൊച്ച് കാരണം കേരളത്തിൻ്റെ ദളിത് ചരിത്രം, ദളിത് സമരങ്ങളുടെയും ദളിത് പ്രസ്ഥാനത്തിൻ്റെ ഒരു ചരിത്രത്തിൻ്റെ ഒരു ആൾരൂപമായിരുന്നു കെ കൊച്ച് എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിൽ ശരിക്കും ധാരാളം ധാരകളുണ്ട്. ദളിത് എന്ന് പറയുന്നത് ഏകാത്മകമായ ഒന്നല്ല. ഈ പലരും പരസ്പരം യോജിപ്പും വിയോജിപ്പും ഒക്കെ ഉള്ളവർ തന്നെയാണ്. ഒരൊറ്റ പ്രസ്ഥാനമായിട്ട് ഒരു ദളിത് പ്രസ്ഥാനം കേരളത്തിലില്ല. പല ധാരകളുണ്ട്. അത് രാഷ്ട്രീയ രംഗത്തായാലും ഈ സാംസ്കാരികമായിട്ടുള്ള കാര്യത്തിലായാലും പിന്നെ ഈ ഒരു ചിന്താധാരയുടെ കാര്യത്തിലായാലും വ്യത്യസ്തമായ ധാരകളുണ്ട്. അതിലൊരു പ്രബലമായ ഒരു ധാരയുടെ ഒരു പ്രമുഖ മുഖമായിരുന്നു കെ കൊച്ചെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് കോട്ടയം ബേസ് ചെയ്തുള്ള കുറേ ബുദ്ധിജീവികൾ, പിന്നെ കുറേ രാഷ്ട്രീയമായിട്ടുള്ള നേതാക്കൾ, അങ്ങനെ കുറേ പേര് ഉണ്ട്. അപ്പോൾ കെ കൊച്ച്, കെ ബാബുരാജ്, സണ്ണി കവിക്കാട്, ആ രീതിയിൽ ഒരു സൈദ്ധാന്തികമായിട്ടും രാഷ്ട്രീയമായിട്ടൊക്കെ ഒരുപാട് സംഭാവന ചെയ്തിട്ടുള്ള കുറേ വ്യക്തികൾ ഉണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പം തെക്കോട്ട് ഒക്കെ വരികയാണെങ്കിൽ തന്നെ ഇവിടെ ധാരാളം പ്രവർത്തകർ, ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകരുണ്ട്, കരകുളം സത്യകുമാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള പ്രവർത്തകർ ഈ ഭാഗത്തുണ്ട്. പിന്നെ അതുപോലെ തന്നെ DHRM എന്നുള്ള ഒരു പ്രസ്ഥാനം, DHRMൻ്റെ തന്നെ സൈദ്ധാന്തികമായിട്ടുള്ള ഒരുപാട് ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. തത്വണ്ണൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒക്കെ സംഭാവനകളൊക്കെ ഉണ്ട്. അങ്ങനെ വ്യത്യസ്തമായിട്ട് BSPയുടെ പ്രവർത്തകർ,
അങ്ങനെ വളരെ വൈവിധ്യമാർന്ന രീതിയിലുള്ള ഒരു മേഖലയാണ് ദളിത് മേഖല എന്ന് പറയുന്നത്. അത് രാഷ്ട്രീയമായാലും സാംസ്കാരിക ധാരയുടെ കാര്യത്തിലായാലും എഴുത്തുകളുടെ കാര്യത്തിലായാലും വ്യത്യസ്ത രീതിയിൽ എഴുതുന്നവർ ധാരാളം പേരുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഒരു പ്രബലമായ ഒരു ധാരയായിരുന്നു കെ കൊച്ച് പ്രതിനിധീകരിച്ചിരുന്നത്. അപ്പം കൊച്ചേട്ടൻ്റെ ഈ കേരള ചരിത്രത്തെക്കുറിച്ചുള്ള ഒരു അറിവ്, കേരള രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ഒരു അറിവ് ഒക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട്, അത്ര ആഴത്തിലുള്ള അറിവ് നമുക്ക് അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലൂടെ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. ഈ ചെങ്ങറ സമരം, അരിപ്പ സമരം, അതുപോലുള്ള ഭൂസമരങ്ങളിൽ വളരെ സജീവമായിട്ട്, ഈ ഐക്യദാർഢ്യ സമിതിയിലൊക്കെ വളരെ സജീവമായിട്ട് ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് എഴുതിയിട്ടുള്ള ലേഖനങ്ങൾ ഒക്കെ ഉണ്ട്. അത് നമുക്ക് ഇത്തരം ഭൂസമരത്തെക്കുറിച്ചും കേരളത്തിലെ ഭൂമിയുടെ രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ ഞാൻ കൂടുതലും മനസ്സിലാക്കിയിട്ടുള്ള കെ കൊച്ചിൻ്റെയും ഒക്കെ കൊച്ചേട്ടൻ്റെ ഒക്കെ ലേഖനങ്ങൾ വായിച്ചിട്ടാണ്. അരിപ്പ ഭൂമി സമരത്തിൻ്റെ സമയത്ത് തന്നെ ഒരു ലേഖനം ഉണ്ടായിരുന്നു. അപ്പോൾ കേരളത്തിലെ ഭൂമി ഏത് രീതിയിലാണ് ഈ ഭൂപരിഷ്കരണം പോലുള്ള കാര്യങ്ങളിലൂടെ എങ്ങനെയാണ് ദളിതർക്കും ഒക്കെ തന്നെ ഭൂമി നഷ്ടപ്പെട്ടത് എന്നുള്ള തരത്തിൽ വളരെ ആഴത്തിലുള്ള വിശകലനങ്ങളൊക്കെ നമ്മളെ ശരിക്കും ആ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തരുന്ന തരത്തിലുള്ളതായിരുന്നു. ഈ കൊച്ചേട്ടൻ്റെയൊക്കെ ലേഖനങ്ങൾ വായിക്കുമ്പോൾ ഈ രീതിയിൽ നമുക്ക് ഇപ്പോൾ ഭൂമി പ്രശ്നത്തിൻ്റെ കാര്യത്തിലായാലും സാംസ്കാരിക രംഗത്തുള്ള കുറേ കാര്യങ്ങൾ വിമർശിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരിക്കലും അവഗണിക്കാൻ കഴിയാത്ത ആൾക്കാരാണ് ഈ ലാഹുഗോപാലൻ അല്ലെങ്കിൽ ശ്രീരാമൻ കൊയ്യൻ എന്ന് പറയുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒപ്പം തന്നെയാണ് കൊച്ചേട്ടൻ്റെ സംഭാവനകൾ വളരെ ഈ രാഷ്ട്രീയ രംഗത്തായാലും സാംസ്കാരിക രംഗത്തായാലും വളരെ നമ്മുടെ ദളിത് പ്രസ്ഥാനത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചിന്താധാരയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിലൊരു ഭൗതിക സാന്നിധ്യം ഈ എല്ലാ സമയത്തും ഉണ്ടായിരുന്നുള്ളതാണ്. നമുക്ക് കൊച്ചേട്ടനെ പോലെ ഒരു വ്യക്തിയെ കാണാതെ കേരളത്തിൻ്റെ ദളിത് ചരിത്രത്തെ നമുക്ക് കാണാൻ കഴിയുന്നില്ല, ദളിത് പ്രസ്ഥാനത്തെ കാണാൻ പറ്റില്ല. അപ്പോൾ അതിലൊരു പ്രധാന ഭൗതിക സാന്നിധ്യവും അതുപോലെ ചിന്തയുടെ കാര്യത്തിലുള്ള മുമ്പോട്ട് നയിക്കുന്ന ഒരുപാട് അറിവുകൾ നൽകുന്ന ഒരാളായിരുന്നു. ഒരു തവണ കൊച്ചേട്ടനെ കാണുന്ന സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെ നിങ്ങളെ പോലുള്ളവരാണ് ഇനിയും മുന്നോട്ട് കുറേ കാര്യങ്ങൾ പഠനം നടത്താനുണ്ട്, എൻ്റെ കയ്യിൽ ഒരുപാട് റിസോഴ്സ് ഉണ്ട്, അത് നിങ്ങൾക്കൊക്കെ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് തന്നെ ആയിരിക്കും എല്ലാ വ്യക്തികളോടും പറയുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ അത്തരത്തിൽ കൂടുതൽ അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക, അതിലൂടെ ഒരു പ്രസ്ഥാനത്തെ കൂടുതൽ സജീവമാക്കുക എന്നുള്ളൊരു ധാരണ എപ്പോഴും ഉണ്ടായിരുന്നുള്ളത്, അല്ലാതെ ഈ ഒരു പേട്രണൈസ് ചെയ്യുന്ന ഒരു കാഴ്ചപ്പാട് ഇല്ലായിരുന്നു എന്നുള്ളതാണ്. എന്നാലും ചില സമയത്ത് നമുക്ക് വിമർശനപരമായിട്ട് തോന്നുന്ന കാര്യങ്ങളും അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഉള്ള ചിന്തകളും ഒക്കെ തന്നെ അതിൽ തെറ്റുകൾ സംഭവിക്കാം, അല്ലെങ്കിൽ പുരോഗമനപരമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കാം. അതിന് നമുക്ക് അതിൻ്റെ പേരിൽ തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ DHRM പോലുള്ള പ്രസ്ഥാനങ്ങളുടെ കാര്യത്തിൽ DHRM സജീവമാകുന്ന സമയത്ത് ചില വിമർശനങ്ങൾ കൊച്ചേട്ടനുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ കാരണം അതിൻ്റെ കൊച്ചേട്ടനൊക്കെ വിചാരിച്ചിരുന്ന തരത്തിലുള്ള അവർ വികസിപ്പിച്ചുകൊണ്ടുവന്നിരുന്ന പ്രസ്ഥാനത്തിൻ്റെ ഭാഷയിലുള്ള വേറൊരു ഭാഷയിലും വേറൊരു രാഷ്ട്രീയ രീതിയിലൊക്കെ പ്രവർത്തിക്കുന്ന സംഘടനയോടുള്ളൊരു പ്രശ്നമായിരിക്കാം. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഇതെല്ലാം പ്രധാനപ്പെട്ടെന്നുള്ളതാണ്. കൊച്ചേട്ടൻ്റെ ധാരയിലുള്ള രാഷ്ട്രീയ ശ്രമങ്ങളും അതേപോലെ തന്നെ DHRM പോലുള്ള പ്രസ്ഥാനങ്ങളും മറ്റ് പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ പ്രധാനപ്പെട്ടാണെന്നുള്ളതാണ്. പക്ഷേ ഈ പലരും തമ്മിൽ പരസ്പരം വിമർശനങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ വൈവിധ്യങ്ങളെല്ലാം കൂടി ചേർന്നാണ് ശരിക്കും കേരളത്തിലെ ദളിത് രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളതാണ്.
അപ്പോൾ ആ രീതിയിൽ ഒരു വ്യക്തിത്വം എന്നുള്ള രീതിയിൽ അതൊരു വലിയൊരു നഷ്ടമാണ് ഈ സമയത്ത് നമുക്ക്. കാരണം പ്രത്യേകിച്ച് ഇപ്പം തന്നെ നമ്മൾ ഈ കേരളത്തിലെ എല്ലാ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടും കൊച്ചേട്ടനെ കുറിച്ച് ഫ്രണ്ട് പേജിലും ഒക്കെ തന്നെ വാർത്ത വരികയൊക്കെ ചെയ്തിട്ടും മലയാള മനോരമയിലൊക്കെ തന്നെ വരെ വന്നിരുന്നുള്ളതാണ്. സണ്ണി കപ്കാടിൻ്റെ ലേഖനമൊക്കെ വന്നിരുന്നു. അപ്പോൾ പിന്നെ മാസികകളിലും വാരികളിലൊക്കെ വന്നിട്ട് ജന്മഭൂമി പത്രത്തിൽ ആണ് ഏറ്റവും ഉള്ളിലൊരു അപ്രസക്തമായ രീതിയിൽ അവർ ഒതുക്കിക്കളഞ്ഞത്. അപ്പോൾ ആർക്കാണ് കെ കൊച്ചുട്ടനെ പോലുള്ളൊരു വ്യക്തി അവർ പ്രശ്നം എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമാണ്. അപ്പോൾ സംഘപരിവാറിനെ സംബന്ധിച്ച് എല്ലാ സമയത്തും ഇത്തരം കൊച്ചേട്ടനും അതേപോലെ കെ ബാബുരാജ് അതുപോലുള്ള വ്യക്തികൾ എത്രത്തോളം അവർക്ക് സണ്ണി കപ്കാട് ഇവരൊക്കെ എത്രത്തോളം പ്രശ്നമാണെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ വളരെ ആവശ്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അതൊരു വലിയ നഷ്ടമാണ് നമ്മളെ സംബന്ധിച്ച്. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.